ഇത് നമ്മുടെ ഈ വ്ളോഗാണ് കേട്ടോ. പക്ഷെ പനിയും ജലദോഷമായ കാരണം ഇപ്പോഴാണ് ഇടാൻ കഴിഞ്ഞത്. പെരുന്നാളാണ്ട് രാവിലെ തന്നെ പെരുന്നാൾ കുപ്പായൊക്കെ ഇട്ടിട്ട് നേരെ പെരുന്നാൾ നിസ്കരിക്കാൻ വന്നു. അല്ലാതെ ചുമ്മാ നിസ്കരിക്കാൻ പോകാൻ പറ്റൂലല്ലോ. ഈ സാലിക്കൊരു മണ്ണം തന്നെ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വർത്താനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോൾ വേറൊരാൾ മാത്രം വേറെ ഏതോ യൂണിവേഴ്സിലായിരുന്നു. എന്നാലും പനി ഇത് ആരോടായിരിക്കും എന്തായാലും. പക്ഷെ അപ്പത്തെ സൈഡിൽ ഇതിനേക്കാൾ അക്രമമായിട്ടുള്ള വേറൊരു സംഭവമായിരുന്നു. എങ്ങനെയുണ്ട് എന്റെ പുതിയ ലുക്ക്? ഞാൻ പുതിയ കണ്ണടൊക്കെ വാങ്ങി 60 കണ്ണടക്ക്. എങ്ങനെയുണ്ട് ഈ ലുക്കിൽ? എടാ ഈ പെരുന്നാളിന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു റെഡ് ഷർട്ട് ഇട്ട് വന്നപ്പോ റോഡ് കൂടെ സൈക്കിളിൽ പോകുന്നത് നടന്നു പോകുന്ന എല്ലാ ഭായിമാരും റെഡ് ഷർട്ട്. അപ്പോൾ നമ്മൾ നേരെ പെരുന്നാൾ സ്പെഷ്യൽ ഫോട്ടോയും റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏതൊരു കല്യാണ മണ്ഡപത്തേക്ക് വന്നു. നമ്മൾ എത്തിട്ട് കറക്കിയിട്ടും പക്ഷെ കറക്കലങ്ങ് ശരിയാവണില്ല. അപ്പൊ പിന്നെ കറക്കലൊക്കെ നിർത്തിയിട്ട് ഫുഡ് കഴിച്ച് നേരെ കറങ്ങാൻ പോവാന്ന് വിചാരിച്ചു കേട്ടോ. പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ മാത്രമായിട്ട് പോയി അതിലൊരു വൈബില്ലല്ലോ. കാരണം അമ്മയുടെ വീട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് കുരിപ്പുകളുണ്ട്, അവരെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയുടെ വീട്ടിൽ പോയി ഇപ്പൊ മാമതെ വേടനാന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് നൈസ് വേട്ടവളിയെ ലുക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള എല്ലാ മോന്താലും പറക്കി വണ്ടിയിലിട്ടിട്ട് നമ്മൾ ഉറപ്പം കിട്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ പോകണം. അങ്ങോട്ട് പോണ വഴിയൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയതുകൊണ്ട് എല്ലാവരോടും വരിവരിയായിട്ട് നടക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും തോണന്റെ റൂം നടക്കണ പോലെ വരിവരിയായിട്ട് നടന്നുട്ടോ. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. വരിവരിയായി നടക്കാൻ പറഞ്ഞപ്പോൾ വെള്ളത്തിൽ വരെ വരിവരിയായിട്ട് നടക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്തിനനുസരിച്ചാണ് എന്റെ കുടുംബത്തിലത്തെ ഓരോ കുട്ടികൾക്കും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് മലയണ്ണാന്റെ കുഞ്ഞൊന്നല്ല കേട്ടാ, എന്റെ സ്വന്തം കുട്ടിയാണ്. ഇച്ചൂടെ അടുത്ത മാസം കല്യാണം കഴിഞ്ഞിട്ട് എടുക്കാനുള്ള റൊമാൻറ്റിക് റീലിന്റെ റിഹേഴ്സൽ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടാ. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അപ്പിയിടുന്നൊരു ജീവിയാണ് സ്ലോത്ത്. മരത്തിനു മുകളിൽ ജീവിക്കുന്ന ഇവ മലവിസർജനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആഴ്ചയിൽ ഒരിക്കൽ മരത്തിന് താഴെ ഇറങ്ങുന്നത്. എന്നാൽ ഇവയുടെ ചലനം മന്ദഗതിയിലായതുകൊണ്ട് തന്നെ താഴെ ഇറങ്ങുന്ന സ്ലോത്ത് ഇവിടെ സ്ലോത്ത് അല്ല, പോത്താണ്. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുമ്പോഴും ഞാൻ മാത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്റെ പുതിയ വെള്ള പാന്റിൽ വെള്ളമായിട്ട് അഴുക്കായി കഴിഞ്ഞാൽ ആകാലം പോവില്ലേ. എന്നാലും എനിക്ക് വെള്ളത്തിൽ കാലൊന്നും മുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിലും ഞാൻ ഈ മോയന്തിനോട് പറയും ചെയ്തു. ഇവളാണെങ്കിലും റൊമാൻറ്റിക് റീൽ എടുക്കാന്ന് പറഞ്ഞിട്ട് എന്നെ ഒരൊറ്റ തള്ളു. പിന്നെ എന്തായാലും നനഞ്ഞില്ല, ഇനി എന്തായാലും കുളിച്ചിട്ട് കയറാന്ന് ഞാനും വിചാരിച്ചു.